നമസ്കാരം. അനുദിനം റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വാഹനങ്ങളുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് അതിന് നല്ല ക്വാളിറ്റിയുള്ള ടയറുകളാണ്. അപ്പോൾ മികച്ച ക്വാളിറ്റിയുള്ള ടയറുകൾ മിതമായ വിലയിൽ കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാനിന്ന് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ഗാന്ധി നഗറിൽ പ്രവർത്തിക്കുന്ന TCI ഗ്രൂപ്പിൻ്റെ തെങ്ങുംപ്ലാക്കൽ ടയേഴ്സ്. ഇവിടെ നല്ല ക്വാളിറ്റി ടയറുകളാണുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പെയിൻറ്റ് ഷോപ്പുണ്ട്, അതേപോലെ ജ്വല്ലറി ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ആ ടയറിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയണ്ടേ? വാ, വരൂ. TCI ഗ്രൂപ്പിൻ്റെ ബഹുമാന്യനായ MD ജോൺ ടി മാത്യു സാറാണ് എന്നോടൊപ്പം ഉള്ളത്. പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. സാറേ, TCI ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മെയിനായിട്ടുള്ളത്? TCI ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ മെയിനായിട്ട് വരുന്നത് തെങ്ങുംപ്ലാക്കൽ ചിട്ടി ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണല്ലേ? അതെ, TCI എന്ന് വരുന്നത്. തെങ്ങുംപ്ലാക്കൽ ചിട്ടി ഫണ്ട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തെങ്ങുംപ്ലാക്കൽ ബാങ്കേഴ്സ് വരുന്നുണ്ട്. ബാങ്കേഴ്സിന് 4 ബ്രാഞ്ചുകളുണ്ട്: കുമരകം, അയർക്കുന്നം, കോട്ടയം മെഡിക്കൽ കോളേജ്. കൂടാതെ അതിന് വരുന്നത് തെങ്ങുംപ്ലാക്കൽ ജുവല്ലേഴ്സ് ഉണ്ട്, പെയിൻറ്റ്സ് ഉണ്ട്. പെയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബർജർ, ഏഷ്യൻ, ബിർള തുടങ്ങിയ കമ്പനികളുടെ ഡീലർഷിപ്പുണ്ട്. അത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തെങ്ങുംപ്ലാക്കൽ ടയേഴ്സിൽ വരുന്ന JK, ഗുഡിയർ, സിയറ്റ്, ബ്രിഡ്സ്റ്റോൺ തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ ടയറുകളും നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള സർവീസുകൾ, അലൈൻമെൻറ്റ്, പൊല്യൂഷൻ ടെസ്റ്റിങ്, വീൽ ബാലൻസിങ്, കമ്പ്യൂട്ടറൈസ്ഡ് ചേഞ്ചിങ് എല്ലാം വരുന്നുണ്ട്. എല്ലാ സംഭവങ്ങളുണ്ട്. എല്ലാം ഒരു കൂടെ കീഴിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂടാതെ വരുന്നത് TCIയുടെ ഔട്ട്ഡോർ മീഡിയയുടെ ഒരു യൂണിറ്റ് കൂടി ഉണ്ട്. ശരി. അത് ബോർഡുകൾ, ഹോർഡിങ്സിൻ്റെ ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. ഇത്രയും കാര്യങ്ങളാണ് TCIയുടെ അണ്ടറിൽ വരുന്നത്. അല്ല, നമ്മൾ സാധാരണ ഒരു വാഹനങ്ങളുടെ പല വാഹനങ്ങൾക്ക് പല ടയറുകളാണ്. ഒരു വാഹനത്തിൻ്റെ ഒരു ടയറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, ഒരു ടയറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര നാൾ നിൽക്കും സാർ? നോർമലി വരുന്നത് ഒരു 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം. ശരി. അതാണ് അതിൻ്റെ കാലാവധി വരുന്നത്. നമ്മൾ ഈ വാഹനങ്ങളുടെ ഈ ടയറുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം? വാഹനങ്ങളുടെ ടയർ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. നമുക്ക് സാധാരണയുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ യാത്രകൾ മാത്രമാണ്. ഇനി അതല്ല, ഹൈ ടെറൈൻ വരുന്നതുണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്ന വണ്ടികളുണ്ട്, എസ്റ്റേറ്റുകളിൽ ഉപയോഗിക്കുന്ന വണ്ടികളുണ്ട്. അങ്ങനെ വരുന്ന ഓരോന്നിനും പ്രത്യേകം ടയറുകളും ഉണ്ട്. ശരി. അപ്പോൾ ഈ സ്പോർട്സ് ബൈക്കുകൾക്കൊക്കെ പറ്റി ഇപ്പോഴത്തെ ന്യൂജൻ തലമുറയല്ലേ, അതിന് പറ്റിയ 2 വീലർ തന്നെ റേഡിയൽ ടയേഴ്സ് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ടയറുകൾ ഇറക്കുന്നുണ്ട്. അത് ശരി. സ്പോർട്സ് ബൈക്കുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ടയറുകളുണ്ട്. ഈ വാഹനങ്ങളൊരു സേഫ്റ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടയറുകളാണ്. അപ്പോൾ അപകടങ്ങളൊക്കെ ഇനി കൂടി വരികയാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ ടയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടയറിന് ട്രെഡ് ബിയർ എന്ന് പറയുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ട്രെഡ് ബിയറിന് മുകളിൽ തേയ്മാനം വരരുത് എന്നുള്ളതാണ്. കമ്പനി തന്നെ പറയുന്നുണ്ട് ഇത്ര വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് മുകളിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വണ്ടി റോഡിൽ നിന്ന് തെന്നി മാറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതിനേക്കാൾ ഉപരി ഇപ്പോൾ വാഹനങ്ങൾ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിൽ പോലും ഇപ്പോൾ വലിയൊരു ഭാഗം ഈ ടയറിൻ്റെ ത്രെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ശരി. ഇൻഷുറൻസ് കമ്പനികൾ നല്ല കട്ടയുള്ള ടയറുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലും കൊടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ ടയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല വില കൂടിയ പ്രീമിയം വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവർ പോലും സെക്കൻഡ് ഹാൻഡും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ടയേഴ്സും തപ്പി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ മലയാളികൾ ഇങ്ങനെ തേഞ്ഞ് തീർന്ന് റോഡോട് ഒട്ടിയാൽ പോലും നമ്മൾ ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത്, എല്ലാവരും അല്ല. അപ്പം അത്രയും വലിയ വണ്ടികൾ വാങ്ങിച്ച് ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കുമ്പം ടയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്തു. ഒരു സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അത് ശ്രദ്ധിക്കണം അല്ലേ? അതെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം റോഡും വണ്ടിയും തമ്മിലുള്ള ആകെയുള്ള ഒരു ബന്ധം ടയറാണ്. അതെ. ആ ടയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കുറഞ്ഞു പോയാൽ നമുക്ക് അപകടങ്ങൾ എപ്പം വേണമെങ്കിലും സംഭവിക്കും. പ്രധാന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വില കൂടിയ വണ്ടി വാങ്ങിച്ചാൽ നമ്മൾ ലോ ക്വാളിറ്റി ഉള്ള ടയർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന ഒരു കുടുംബമാണ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും ആ വലിയ ഇൻഫർമേഷൻ നന്ദി. നമ്മുടെ ഈ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ് സാർ? കറക്റ്റായിട്ട് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് വരും, ഗാന്ധിനഗർ. മെഡിക്കൽ കോളേജിനടുത്ത് തന്നെയാണ്. ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് പെയിൻറ് ഷോപ്പുള്ളത് അല്ലേ? അതെ, പെയിൻറ് ഷോപ്പുള്ളത്. നമുക്ക് മൊത്തത്തിൽ വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ടോ അതോ എങ്ങനെയാണ് വീടുകളുടെ? നമ്മൾ വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സെയിലും ഉണ്ട്, ഇത് കംപ്ലീറ്റ് കോൺട്രാക്ട് വർക്കും ഉണ്ട്. എല്ലാ കമ്പനികളുടെയും പെയിൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്? നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ബർജറും ഏഷ്യനുമാണ്. അത് ശരി. പിന്നെ ഇതിനോട് ചേരുന്ന മറ്റു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് സാർ? മെയിനായിട്ട് സാർ പറഞ്ഞല്ലോ ജ്വല്ലറി ഉണ്ട്. 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ്. ശരി. പിന്നെ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്, ഒരു അഡ്വർടൈസിങ് കമ്പനി. ശരി. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് പ്രത്യേക നന്ദി. അപ്പം വാഹനങ്ങളുടെ ടയറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മുടെ തെങ്ങുംപളാക്കിലേക്ക് പോരുക. ഇനിയും പെയിൻറ്റുകൾ വേണോ, അതും ഇവിടെ റെഡിയാണ്. അതേപോലെ ജ്വല്ലറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെയുള്ള TCI ഗ്രൂപ്പിൻ്റെ MD യോടൊപ്പം താൽക്കാലികമായി ഇവിടെ പറയുന്നു. നന്ദി.